നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂൾ അവധിക്കാലത്ത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഈ കുരുന്ന് കുട്ടികൾ ചെയ്യുന്നത് കച്ചവടമാണ്. മലമ്പുഴ കടുക്കാംകുന്നം LP സ്കൂളിൻ്റെ മുമ്പിൽ ഈ കൊച്ചുമിടുക്കന്മാർ സോഡ, സർവത്ത്, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവ വിറ്റ് പണം കണ്ടെത്തുകയാണ്. നിങ്ങൾക്ക് കളിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നല്ല ചൂടാണ്, മാത്രമല്ല വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകവും ബാഗും മറ്റും വാങ്ങാൻ അത് വളരെ ഉപകാരമായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കച്ചവടം ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. മിടുമിടുക്കന്മാരാണ്. ഇത് ഒരു ഗുണപാഠം കൂടിയാണ്. ഞാൻ മലമ്പുഴ സ്കൂളിൽ ഇനി 8ക്ക് പഠിക്കും. എൻ്റെ പേര് ജിബിൻ. ഞാൻ മലമ്പുഴ സ്കൂളിൽ ഇനി 9ക്ക് പോകും. എൻ്റെ പേര് വിഷ്ണുദാസ്. ഞാൻ റെയിൽവേ കോളനി സ്കൂളിലാണ് 9ക്ക്. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ മലമ്പുഴ സ്കൂളിൽ പഠിക്കുന്നത് ഇനി 7. എൻ്റെ പേര് സച്ചിൻ. ഞാൻ സെൻറ് തോമസിൽ പഠിക്കുന്നു. ഐറ്റങ്ങൾ കാരണം സോഡ, സർബത്ത്, ബൂസ്റ്റ് ഉലുക്കി, ഹോർലിക്സ് ഉലുക്കി, അതുപോലെ തണ്ണിമത്തൻ, പിന്നെ സർബത്ത്, ലെമൺ സോഡ, സാമ്പാർ സോഡ, അങ്ങനെ പല പല ഐറ്റം ഉണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ കച്ചവടം ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഇത് വരാൻ കാരണം? വെക്കേഷൻ ഒക്കെ അല്ലേ, പിന്നെ സ്കൂളിൽ ഇറക്കുമ്പോൾ ബുക്ക് ഇതൊക്കെ വാങ്ങാൻ ഇപ്പോൾ പൈസ ഒക്കെ കിട്ടുമല്ലോ, അപ്പം അതിനെല്ലാം എടുക്കാനും. പിന്നെ ചൂടൊക്കെ അല്ലേ, നല്ല ചൂടാണ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ കളിക്കാനൊന്നും പോകണില്ല? കളിക്കാൻ പോകാൻ പറ്റില്ല, വെയിൽ കാരണം കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ തണലത്തിരുന്നത് അപ്പോൾ ഒരു കച്ചവടമായി. അപ്പോൾ വെയിൽ ഏൽക്കും വേണ്ട, അത്യാവശ്യം ഒരു കച്ചവടമായി. ഇതുകൊണ്ട് പുസ്തകവും കാര്യങ്ങളൊക്കെ മേടിക്കാം, അതല്ലേ? ആ, അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ഇതിന് സപ്പോർട്ടാണോ? എല്ലാവരും സപ്പോർട്ടാണ്. ആ, എന്നാൽ പിന്നെ
ഈ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് പഠിച്ചത്? ഞങ്ങള് വീഡിയോ കണ്ടു, പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിച്ചു. എല്ലാവർക്കും നന്നായി മിക്സ് ചെയ്യാൻ അറിയാം അല്ലേ? എല്ലാവരും വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നതാണോ? അച്ഛനമ്മേനെയൊക്കെ സഹായിക്കും. ഓ, അപ്പോൾ എല്ലാവരും മിടുക്കന്മാരാണ്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ ജയിക്കില്ലേ? ആ, അപ്പോൾ ശരി കേട്ടോ. ബൈ. ബൈ.